ഹലോ ഗൈസ്, ഇതാണ് നമ്മളെ പുതിയ അതിഥി. ഇവനെ രാവിലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കൊണ്ടു നടക്കും, അവനിങ്ങനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ അതിലിങ്ങനെ നടക്കും. അതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആളോട് ദേഷ്യപ്പെടാനോ മറ്റോ ഒന്നും പറ്റുന്നില്ല. അവനെന്താ വിചാരിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ നടക്കുക. അവനോട് ദേഷ്യപ്പെട്ടാലും കാര്യങ്ങളൊന്നും അവൻ ഫുഡ് കഴിക്കൂല. അവനങ്ങനെ ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം. ആൾ ഭയങ്കര സ്നേഹമുള്ള ആളൊക്കെ തന്നെയാണ്. ചില സമയത്താണ് വിഷയം. പിന്നെ നമ്മൾ ഫുഡ് കൊടുത്താൽ അവൻ കുറച്ച് നേരം ഒന്ന് കഴിച്ചുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. പിന്നെ അപ്പം തന്നെ കഴിക്കില്ല. അവന് നമ്മളെ ഒപ്പം ഇങ്ങനെ നടക്കണം. അവനെ കൂട്ടിൽ ഒന്നും അവൻ അവിടെ നിൽക്കൊന്നുമില്ല. ഇത് പുറത്തോട്ട് ഒറ്റയ്ക്ക് വിടാനും പേടിയാണ്. ഈ കാക്കയും പൂച്ചയൊക്കെ ഉണ്ടാവുകൊണ്ട് നമുക്ക് എപ്പോഴാണ് അവനെ കൊണ്ടുപോകുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഒറ്റയ്ക്ക് അങ്ങനെ വിടാനും പറ്റില്ല. ചെറിയ കുട്ടിയല്ലേ. ഇതൊക്കെ കണ്ടെങ്കിൽ ഇതൊക്കെ അവൻ്റെ ഓരോരോ കുസൃതികളാണ്, ഓരോരോ ഐറ്റംസ് എടുക്കലാണ്. അവരിതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അവൻ്റെ എന്താ കരുതിക്കണെന്ന് വെച്ചാൽ അതേ നടക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവൻ എന്തെങ്കിലും കരുതിക്കണമെങ്കിൽ അത് അങ്ങനെ നടക്കണം. ഇനി അവനെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒച്ച ഉണ്ടാക്കും. ഓനിങ്ങനെ പുറത്തു കൂടി ഓനെയും കൊണ്ട് ഇങ്ങനെ നടക്കുക. നാളെ നല്ല ഉഷാറാണ്. എന്തെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ട് പറയും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ ഭയങ്കര കുയിന്താണ്. ദേഷ്യപ്പെടാനോ ഇതിനൊന്നും പറ്റൂല. അല്ലെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് വന്നിട്ട് ഒരു ഉമ്മ തരലും നമ്മളെടുത്ത് ഇങ്ങനെ ഒരു ഇണങ്ങി നിൽക്കും. നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മളെ ശരീരത്ത് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മളെന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ഈറെ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് മുണ്ടാതൊക്കെ ആവും. ഭയങ്കര ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളാണ്. ഫുഡ് ഇപ്പോൾ നമ്മൾ പാലും ബിസ്ക്കറ്റും ഇതൊക്കെയാണ് കൊടുക്കുന്നത്. മറ്റുള്ളതൊന്നും വല്ലാതെ കഴിക്കാനായിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ. മറ്റുള്ളതൊന്നും കൂടുതൽ കഴിക്കൂല. ഇപ്പോൾ പാലും ബിസ്ക്കറ്റും ഒക്കെയാണ് കൂടുതലായിട്ട് കഴിക്കാറ്. പിന്നെ കൂടുതലും അവനിഷ്ടം അവനെയും കൊണ്ട് ഇങ്ങനെ പുറത്തു കൂടി ഇങ്ങനെ പോകണം. ഒറ്റക്ക് പോകില്ല. പുറത്തേക്ക് വെച്ചാൽ അങ്ങനെ ഒറ്റക്ക് പോകില്ല. നമ്മൾ മേത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണം. ഇതേപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ ആൾ ഉഷാർ.